Hi friends, welcome back to our channel. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റായ ഫെസ്റ്റീവ് ഫൺ എന്ന യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ ടെൻഡർ ടച്ച് എന്നുള്ള യൂണിറ്റിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ എക്സ്പ്ലനേഷനും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. പുതിയ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. റെഡിയാണോ? ഫെസ്റ്റീവ് ഫൺ. എന്താണ് ഫെസ്റ്റീവ്? ഫെസ്റ്റിവൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ആഘോഷം, ഫൺ എന്ന് പറഞ്ഞാൽ തമാശ, തമാശയിലെ ആഘോഷം, തമാശയായ ആഘോഷങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ പിക്ചറാണ്. അതിന് താഴെ ഒരു നല്ല കോട്ട്സ് തന്നിട്ടുണ്ട്. എന്താണെന്ന് വായിക്കാം. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദീസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. എന്താണ്? നിങ്ങൾ ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും ആഘോഷത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞിട്ടുള്ളതാ? രവീന്ദ്രനാഥ് ടാഗോർ. നമുക്കറിയാവുന്ന ഒരാളാണല്ലേ, ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥം. ഇനി ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? എന്താണ് ഈ പിക്ചറിലൂടെ നമുക്ക് കാണുന്നത്? ഇറ്റ്സ് എ ബർത്ത്ഡേ പാർട്ടി അല്ലേ, ഇറ്റ്സ് എ ഗേൾ ബർത്ത്ഡേ പാർട്ടി. ഐ തിങ്ക് ഗേൾ, ഒരു ഗേളിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? ഇറ്റ്സ് ഇൻക്ലൂഡ് മമ്മ, പപ്പ, സിബ്ലിങ്സ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് ഈസ് ദർ. ദെൻ വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ബിക്കോസ് ദേ ആർ സെലിബ്രേറ്റിംഗ് എ ബർത്ത്ഡേ പാർട്ടി. ദാറ്റ്സ് വൈ അവർ ഒരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് അല്ലേ. ഇനി ലെറ്റ്സ് സിംഗ് എ സോങ്. ഇവിടെ ഒരു പാട്ടാണ് തന്നിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. From good friends and true friends, from old friends and new friends, may good luck go with you and happiness too. ഇത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പാടുന്ന ഒരു സോങ് ആണ്. ഇനി ഇവിടെ ഇതിൻ്റെ ലെസൺ എന്ന് പറയുന്നത് ദ സീ പാലസ് എന്ന് തുടങ്ങുന്ന ഒരു ലെസൺ ആണ്. ഇതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പാട്ടായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ ഈ ഒരു ലെസണിലേക്ക് കിടക്കാം. ദ സീ പാലസ്. എന്താ പാലസ്? പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം. അപ്പോൾ സീ എന്ന് പറഞ്ഞാൽ കടൽ, കടലിലെ കൊട്ടാരമാണ് ഇവിടെ കാണുന്നത്. കടലിൽ ആരൊക്കെയുണ്ട്? ഫിഷസ് ഒക്കെ ഉണ്ടല്ലേ, ഒരുപാട് ഫിഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫിഷിൻ്റെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പാലസ് തന്നിട്ടുണ്ട്, ഇവിടെ ഫിഷുകളൊക്കെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് പറയുന്നത് എന്ന്. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് ഈ സീയിലൂടെ ഇങ്ങനെ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്തുകയാണ്. എവിടെ ഗോൾഡ് ഫിഷ്? തരയൂ. ഇത് കാണുന്നു അല്ലേ, ഓറഞ്ച് റെഡ് കളറൊക്കെ ആയിട്ടുള്ളതാണ് ഗോൾഡ് ഫിഷ്. അപ്പോൾ ഗോൾഡ് ഫിഷ് സീയിലൂടെ ഇങ്ങനെ നീന്തുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോഴാണ് അവൻ കണ്ടത് അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ, ഈ ഗോൾഡ് ഫിഷിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഒരേ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. സ്റ്റാർ ഫിഷ് എന്താ ചെയ്യുന്നത് അവിടെ? ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുങ്ങി താഴ്ന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് അവിടെ ഈ ഒരു ബ്ലൂ വാട്ടറിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്നാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിൻസ് ഒക്കെ ഡാൻസ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. അപ്പോൾ ഗോൾഡ് ഫിഷ് ഇങ്ങനെ ചിന്തിച്ചു, ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഹി ഫോളോഡ് ദം. അങ്ങനെ എന്താണ്? ഗോൾഡ് ഫിഷും ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് പോയി. ഇൻ ദ ഡീപ് സീ. ഡീപ് സീ എന്ന് പറഞ്ഞാൽ, ഡീപ്പ് പറഞ്ഞാൽ ആഴത്തിൽ, ഒരു കടലിൻ്റെ ആഴത്തിൽ. ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഒരു കടലിൻ്റെ ആഴത്തിൽ എന്ത് കണ്ടു? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്ലാസ് പാലസ് കണ്ടു. ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അതെന്തുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്? ഭംഗിയാക്കിയിട്ടുള്ളത് ജെംസ് കൊണ്ടും അതുപോലെ തന്നെ പേൾസ് കൊണ്ടുമാണ്. ജെംസ് എന്ന് പറഞ്ഞാൽ മുത്തുകൾ, പേൾ എന്ന് പറഞ്ഞാൽ പവിഴങ്ങളും മുത്തുകളൊക്കെ കൊണ്ട് വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാലസ് ആണ്. ദ ഡോർസ് ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ. ഒരു പാലസിൻ്റെ ഡോറ് നന്നായിട്ട് തുറന്നിട്ടിരിക്കുന്നതും കണ്ടു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ പാലസ്. ഗോൾഡ് ഫിഷും ഫ്രണ്ട്സും ആ പാലസിലേക്ക് എത്തി. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്താവും അടുത്തിട്ടുണ്ടാവുക? എന്താവും അടുത്ത സംഭവം? എന്താവും അവിടെ ഉണ്ടാവുക?
എന്തായിരിക്കും? വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ചിന്തിച്ചു നോക്കൂ. എന്തായാലും ഇതിൻ്റെ അടുത്ത പാട്ടുണ്ട്, നമുക്കത് നോക്കാം. എന്താണ് സംഭവം എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദ മെർമെയ്ഡ്. എന്താണ് മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ? മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക. ഓക്കെ, മത്സ്യകന്യകക്കാണ് നമ്മൾ മെർമെയ്ഡ് എന്ന് പറയാം. ഇതാ ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് മെർമെയ്ഡ്. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. നല്ല ഭംഗിയുള്ള ഒരു മെർമെയ്ഡ് നമ്മുടെ ഡോറിൻ്റെ അടുത്തായിട്ട് അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്പ്ലെയിൻഡ് ദ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഗോൾഡ് ഫിഷ് ഇങ്ങനെ ആശ്ചര്യപൂർവ്വം പറഞ്ഞു, ഹൗ പ്രിറ്റി ഷീ ഈസ്, എന്ത് ഭംഗിയാണ് ഇവളെ കാണാൻ. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ എന്ന് പറയുന്നത്. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്. ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. എല്ലാവരും കൂടെ, ജെല്ലി ഫിഷും ഗോൾഡ് ഫിഷും എല്ലാവരും, ഡോൾഫിനും എല്ലാവരും കൂടെ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിറ്റനിങ് ലൈറ്റ്. ജെല്ലി ഫിഷ് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ഗ്ലിറ്റനിങ്, നല്ല തിളക്കമുള്ള ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ദ വെയിൽസ് കെയിം വിത്ത് എ ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽ എന്ന് പറഞ്ഞാൽ തിമിംഗലമാണ് വലിയ ഫിഷ് അല്ലേ. അപ്പോൾ തിമിംഗലം ജിംഗ്ലിംഗ് ബാംഗിൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ജിംഗ്ലിംഗ് ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കിലുക്കമുള്ള ബാംഗിൾസ് വള. ഓക്കെ. ദ ഡോൾഫിൻസ് ക്യാരിഡ് എ ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഫ്രാഗ്രൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ള, നല്ല മണമുള്ള ഫ്ലവേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഡോൾഫിൻസ്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈ. അങ്ങനെ ജൂലിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. എന്താണ് താങ്ക് യു, നമുക്ക് പാർട്ടിയിലേക്ക് പ്രവേശിക്കാം, പാർട്ടി തുടങ്ങാം എന്ന് പറഞ്ഞു. There was a big cake on a table in the hall. അപ്പോൾ ഹാളിലായിട്ട് ഒരു ടേബിളിൽ വലിയൊരു കേക്ക് ഇരിക്കുന്നുണ്ട്. ദ പാർട്ടി ബിഗൻ. അങ്ങനെ പാർട്ടി തുടങ്ങുകയാണ്. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? എങ്ങനെയായിരിക്കും ഒരു പാർട്ടി തുടങ്ങുന്നുണ്ടാവുക? ഫിഷൊക്കെ കൂടിയിട്ടുള്ള പാർട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിക്കേ, എങ്ങനെയായിരിക്കും? വല്ലതും കിട്ടിയോ? എന്നാൽ നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് വരികയാണ്. പ്രിൻസസ് ജൂലിയ വെന്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാണ്. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അപ്പം എന്താണ്, അവളുടെ ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈയടിച്ചുകൊണ്ട് പാടുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ എന്ന് എല്ലാവരും കൈയടിച്ചുകൊണ്ട് പാടുകയാണ്. എവ്രി വൺ പ്രസൻറ്റഡ് ദ ഗിഫ്റ്റ് ടു ജൂലിയ. എല്ലാവരും അവരവരുടെ ഗിഫ്റ്റ് ജൂലിയക്ക് കൊടുത്തു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ, ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. എന്താണ്, ഞാൻ നിങ്ങളുടെ എല്ലാവരോടും വളരെ കടപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഡാൻസ് ചെയ്യാം, കുറച്ച് ഫണ്ണും ചെയ്യാമെന്ന് പറയാൻ, ഫണ്ണാക്കാമെന്ന് പറയാൻ, അഥവാ അടിച്ചു പൊളിക്കാം എന്നുള്ള അർത്ഥത്തിൽ. സർ ദ പ്രിൻസസ് സ്മൈലിംഗ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് പ്രിൻസസ് ചിരിക്കുകയാണ്. പ്രിൻസസ് ആരാ? ജൂലിയ അല്ലേ. ദ മ്യൂസിക് ബിഗാൻ, ദ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അങ്ങനെ മ്യൂസിക് ഒക്കെ വന്നു, പാട്ടൊക്കെ വന്നു, അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ദെൻ എഗെയിൻ നമുക്കൊരു ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ദ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ അല്ലെങ്കിൽ വിഭവങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണം, അതിനെയാണ് ഫീസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. പ്രിൻസസ് എല്ലാവരെയും ഇനി നമുക്ക് നമ്മുടെ ഫീസ്റ്റ്, നമ്മുടെ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ, വിളിക്കാൻ. എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. സോ യമ്മി, സോ ഡിലീഷ്യസ്, എ സ്റ്റാർഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. എന്താണ് സോ യമ്മി, എന്ത് രസമാണ്. സോ ഡിലീഷ്യസ്, എന്ത് ഡിലീഷ്യസ്. യമ്മി എന്നൊക്കെ പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ്. എ സ്റ്റാർഫിഷ് ലിക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നക്കില്ലേ നമ്മൾ, അതിനെയാണ് ലിക്ക്ഡ് എന്ന് പറയാം. ഒരു സ്റ്റാർ ഫിഷ് ആ പ്ലേറ്റൊക്കെ ഇങ്ങനെ നക്കിക്കൊണ്ട് പറയാണ്. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. എന്താണ് ഗൾപ്പ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക.
എന്ത് നല്ല രസമുള്ള എനിക്കിഷ്ടമുള്ള ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ്, നമ്മൾ പറയുന്ന സ്രാവ്, ഓക്കെ, അത് ഒരു വലിയ പീസ് എടുത്തുകൊണ്ട് വിഴുങ്ങി. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്, എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ജെല്ലി ഫിഷ് ലാസ്റ്റ് ഡ്രോപ്പും കൂടെ സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ത് റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് എന്ന് പറഞ്ഞു. സഡൻലി പെട്ടെന്ന് എ ഡോൾഫിൻ വിസിൽ ലൗഡ്ലി, ഡോൾഫിന് വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പനി ആസ്ക് ദ ഷാർക്ക്. അപ്പോൾ ഷാർക്ക് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഡോൾഫിന് വിസിലടിച്ചപ്പോൾ. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ, എന്തിനായിരിക്കും ഡോൾഫിൻ വിസിൽ അടിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാർക്ക് അറിയോ എന്തിനായിരിക്കും? എന്തോ സംതിങ് ഉണ്ടല്ലേ, നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് നോക്കാം. എ ത്രീറ്റ്, ഓക്കെ, എ ത്രീറ്റ് പറഞ്ഞാൽ ഒരു ഭീഷണി എന്നുള്ള അർത്ഥമാണ്. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ എക്സ്ക്ലെയിം ദ ഡോൾഫിൻ. ഓൾ ബിക്കെയിം ആംഗ്രി. ഡോൾഫിന് പറഞ്ഞു, എന്താ പറഞ്ഞത്? ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക്. ആണുങ്ങളെല്ലാവരും കൂടെ ഇതിലേക്ക് പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാൻ വരുന്നുണ്ട്, ഈ ഒരു കടലിലേക്ക് വീണ്ടും വരുന്നുണ്ട് അവരെന്ന് പറഞ്ഞു. ഓൾ ബിക്കെയിം ആംഗ്രി, എല്ലാവർക്കും ദേഷ്യം പിടിച്ചു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഷാർക്ക് ഗ്രൗണ്ടഡ് ഹിസ് ടീത്ത്. ഗ്രൗണ്ടഡ് ഹിസ് ടീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് പല്ലിന് ഇറുക്കില്ലേ, ഇറുക്കുന്നതിനെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷാർക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഒരു പ്ലാസ്റ്റിക് കഴിച്ചുകൊണ്ട് മരിച്ചിട്ടുണ്ട്. വി ഷുഡ് സ്റ്റോപ്പ് ദം, ദേ സെറ്റ് ടുഗെദർ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യണം, ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുത്. ഡോണ്ട് വെറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. അപ്പോൾ ബ്ലൂ വെയിൽ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട, ബ്ലൂ വെയിൽ ഏറ്റവും വലിയ മീൻ ഇതാണ്, അപ്പോൾ അതുകൊണ്ട് ബ്ലൂ വെയിൽ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട. ഐ ആം ദ ബിഗ്ഗസ്റ്റ് എനിമൽ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എനിമൽ. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ ഇവിടെ നിന്നും ഓടിക്കുമെന്ന് പറഞ്ഞു. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വീറ്റ് ടേൺ ആൻഡ് എ സ്വിഷ്ഡ്. എന്താണ് ബ്ലൂ വെയിൽ അതും പറഞ്ഞുകൊണ്ട് ഒന്ന് ടേൺ ചെയ്തു, ഒന്ന് തിരിഞ്ഞു, എന്നിട്ട് എ സ്വിഷ്ഡ്. സ്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോവില്ല, അതിനെ പറയുന്നതാണ്. അപ്പോൾ ഒരു സൗണ്ടോട് കൂടിയിട്ട് ഈ ഒരു ബ്ലൂ വെയിൽ അവിടെ നിന്നും ടേൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. ഷാർക്ക് എന്ത് ചെയ്തു? അവളെ ഫോളോ ചെയ്തുകൊണ്ട് പോയി. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? എന്തായിരിക്കും ബ്ലൂ വെയിൽ ചെയ്യുന്നുണ്ടാവുക? എന്തായിരിക്കും? വലിയ മീനാണ്, ചിലപ്പം ഇവരെ പേടിപ്പിക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, അവർ ഡംപ് ചെയ്യാൻ വന്നിട്ടുള്ളത് കണ്ടില്ലേ? ഫോർഗീവ്നെസ് എന്താണ്? മാപ്പ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. വെയിലും ഷാർക്കും കൂടെ ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ദ ഷാർക്ക് ബീറ്റ് ആൻഡ് ദ ബോട്ട് വിത്ത് ഹിസ് സ്റ്റൈൽ. അതിൻ്റെ വാലുകൊണ്ട് ഷാർക്കിൻ്റെ വാലുകൊണ്ട് ഈ ബോട്ടിലൊന്ന് അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബ്ഡ് വിത്ത് ഫിയർ. അപ്പം എന്താണ് ഉണ്ടാവുക? ആ ബോട്ട് ഇങ്ങനെ ചാഞ്ചാടുക എന്ന് പറയില്ല, ഇങ്ങനെ ഇളകിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഇളകി. അങ്ങനെ എന്ത് ചെയ്ത് ബോട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം പേടി തോന്നി. ദ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ആ സമയം തന്നെ പ്രിൻസസും ഒക്കെ ഉള്ളവരും എല്ലാവരും അങ്ങോട്ട് എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺ ഹെർ ക്ലൗസ്. ക്ലൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്രാബിൻ്റെ കൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഇറുക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ക്ലൗസ്, ആ ഒരു ക്രാബിൻ്റെ ഹാൻഡിനെ പറയുന്ന പേരാണ്. അപ്പോൾ പറഞ്ഞു ഞാനിവരെ ക്രഷ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ക്ലൗസ് ഓപ്പൺ ചെയ്യുകയാണ്. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്, വി വോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്ക് ഈ വേസ്റ്റ് ഇവിടെ ഡംപ് ചെയ്യണം. വി വോണ്ട് ഡംപ് വേസ്റ്റ്. ഞങ്ങളിവിടെ ഈ വേസ്റ്റ് ഒന്നും ഡംപ് ചെയ്യുന്നില്ല, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയാണ്. ദ മെൻ പെഗ്ഡ്. എന്താണ്? ഒരാൾ യാചിച്ചു. പെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിച്ചുകൊണ്ട് പറഞ്ഞു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ ഞങ്ങളുടെ കടലിനെ പൊല്യൂട്ട് ചെയ്യാണ്, നശിപ്പിക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലീവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എന്താണ്? ഞങ്ങളുടെ ഈ ഒരു ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. നിങ്ങളിതൊരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്യരുത്. വാണ്ട് എ പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. അങ്ങനെ പ്രിൻസസ് ജൂലിയ അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയും അവർ പോവുകയും ചെയ്തു. റൈസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. എന്താണ്? സൂര്യൻ്റെ രശ്മികൾ ആ ഒരു തിരമാലയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. വേൾഡ് ഓഫ് വേർഡ്സ് എന്താണ്? ക്രൗണ്, ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്, ഗ്ലിൻറ്റിംഗ് ലൈറ്റ്, ഗ്രൈൻഡിങ് ടീത്ത്,
അല്ലേ, ഒരുപാട് തന്നിട്ടുണ്ട്. അതുപോലെ ന്യൂ വേർഡ്സുകളും തന്നിട്ടുണ്ട്. അതിന് ശേഷം ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.